ഓണക്കിറ്റ് കിട്ടാത്തവർ എന്തു ചെയ്യണം? മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണോ ഓണക്കിറ്റുള്ളത്? എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത്? നീല കാർഡുകാർക്ക് കിറ്റില്ലേ? ഓഗസ്റ്റ് 25-ന് മുൻപ് എല്ലാവർക്കും കിറ്റ് കിട്ടുമോ? ഇനി കിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ അപ്ഡേറ്റിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. 2026-ലെ സൗജന്യ ഓണക്കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഉള്ളതല്ല. ഇത്തവണ AAY വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. ആകെ 6,09,305 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം സാധനങ്ങൾ അടങ്ങിയതാണ് ഒരു കിറ്റ്. ഒരു കിറ്റിന് ഏകദേശം 854 രൂപയാണ് സർക്കാർ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. കിറ്റ് വിതരണം ഓഗസ്റ്റ് 10-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 25 ഉത്രാട ദിവസം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 26-നാണ് ഇത്തവണ തിരുവോണം വരുന്നത്. അതുകൊണ്ട് മഞ്ഞക്കാർഡുള്ള ഒരാൾക്ക് ഇതുവരെ കിറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് 25 വരെ വിതരണം നടക്കുന്നതിനാൽ ഉടൻ തന്നെ കിറ്റ് കിട്ടിയില്ലെന്ന് കരുതി ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. എനിക്ക് നീല റേഷൻ കാർഡാണ്, എന്താണ് എനിക്ക് ഓണം പ്രമാണിച്ച് കിട്ടുന്നത്? നീല കാർഡുകാർക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ല. പകരം നീല കാർഡ് ഉൾപ്പെടെയുള്ള മുൻഗണനേതര വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് പ്രത്യേകം സബ്സിഡി ഭക്ഷ്യധാന്യ വിതരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു കുടുംബത്തിന് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. അതായത് കാര്യങ്ങൾ രണ്ടായി മനസ്സിലാക്കാം. മഞ്ഞ കാർഡുകാർക്കാണ് സൗജന്യ ഓണക്കിറ്റ് ഇത്തവണയുള്ളത്. നീല കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ അരിയും ഗോതമ്പും മാത്രമേ ഉള്ളൂ. അതായത് മഞ്ഞ കാർഡുകാർക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. നീല കാർഡുകാർക്ക് ഓണക്കിറ്റില്ല, പകരം റേഷൻ ഇളവ് ഉണ്ടാവും. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന വ്യത്യാസം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്നാൽ, ഞാൻ മഞ്ഞ കാർഡുകാരനാണ്, പക്ഷേ റേഷൻ കടയിൽ പോയിട്ടും കിറ്റ് കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും? ആദ്യമായി നിങ്ങളുടെ റേഷൻ കടയിൽ തന്നെ കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ടോ അവിടെ ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. കാരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 25-ആണ്. അതുകൊണ്ട് വിതരണം നടക്കുന്ന കാലയളവിൽ തന്നെ കിറ്റ് ലഭിച്ചില്ലെങ്കിൽ റേഷൻ കടക്കാരനോട് നിങ്ങളുടെ ഈ കാർഡ് വിതരണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അവസാന ദിവസമായ ഓഗസ്റ്റ് 25 വരെ കാത്തിരുന്നിട്ട് പിന്നീട് അന്വേഷിക്കാമെന്ന രീതിയിൽ മാറ്റിവെക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡ് വിവരങ്ങൾ ശരിയാണോ, കാർഡ് സജീവമാണോ, വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ റേഷൻ കടയിൽ പരിശോധിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ എല്ലാ റേഷൻ കാർഡുകാർക്കും സൗജന്യ ഓണക്കിറ്റ്, നീല കാർഡുകാർക്കും 16 ഇനം കിറ്റ് എന്നിങ്ങനെയുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് റേഷൻ കടയിലേക്ക് ഓടേണ്ട കാര്യമില്ല. ഇത്തവണ ഔദ്യോഗിക പ്രഖ്യാപനം അനുസരിച്ച് സൗജന്യ 16 ഇനം ഓണക്കിറ്റ് AAY മഞ്ഞ കാർഡ് ഉടമകൾക്ക്, റേഷൻ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഉള്ളത്. നീല കാർഡുകാർക്ക് ആനുകൂല്യം വേറെയാണ്. അത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ. ഓണക്കാലത്ത് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഒരു പദ്ധതി മാത്രമല്ല. ഒരു വിഭാഗത്തിന് സൗജന്യ ഓണക്കിറ്റ്, മറ്റൊരു വിഭാഗത്തിന് സബ്സിഡി ഭക്ഷ്യപ്രാധാന്യം, കൂടാതെ സപ്ലൈകോ വഴി വിലക്കുറവിലുള്ള ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. മഞ്ഞക്കാർഡാണെങ്കിൽ ഓണക്കിറ്റ് ലഭിച്ചോ എന്ന് നിങ്ങളുടെ റേഷൻ കടയിൽ പരിശോധിക്കുക. ഓഗസ്റ്റ് 25-നാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതി, ഞാൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നതാണ്. നീലക്കാർഡാണെങ്കിൽ സൗജന്യ കിറ്റിനായി കാത്തിരിക്കേണ്ടതില്ല. പകരം പ്രഖ്യാപിച്ചിരിക്കുന്ന സബ്സിഡി അരിയും ഗോതമ്പും ലഭിക്കുന്നുണ്ടെന്ന് മാത്രം പരിശോധിക്കുക. ഒടുവിൽ ഒരു കാര്യം കൂടി, ഓണം ആഘോഷിക്കാൻ കിറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ കിറ്റ് ലഭിക്കേണ്ട ആളുകൾക്ക് അത് ലഭിക്കുന്നുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു കുടുംബത്തിന് ഓണക്കാലത്ത് കിട്ടുന്ന 16 സാധനങ്ങളുടെ വില മാത്രമല്ല ഇവിടെ വിഷയം. അത് അവരുടെ വീട്ടിലെ ഓണക്കാലത്തെ ചെലവിൽ കുറയ്ക്കുന്ന ഒരു ചെറിയ സഹായമാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ സഹായമാണ് ഈ ഓണക്കാലത്ത്. അതുകൊണ്ട് മഞ്ഞക്കാർഡുള്ളവർക്ക് കിറ്റ് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ഓഗസ്റ്റ് 25-ന് മുൻപ് റേഷൻ കടയിൽ അന്വേഷിക്കുക. നീലക്കാർഡുള്ളവർ സൗജന്യ കിറ്റ് പ്രതീക്ഷിക്കാതെ തങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡി അരിയും ഗോതമ്പും സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുക. ഇതാണ് ഇപ്പോഴത്തെ കിറ്റ് അപ്ഡേറ്റിൻ്റെ ചുരുക്കം. മനുഷ്യർക്ക് ഒരു ഉത്സവം ആഘോഷിക്കാൻ പോലും റേഷൻ കാർഡിൻ്റെ നിറം നോക്കി കണക്ക് കൂട്ടേണ്ടി വരുന്നൊരു കാലമാണിത്. അതുകൊണ്ട് കുറഞ്ഞത് ആ നിറം ശരിയായി മനസ്സിലാക്കി അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.